ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, ഇത് ഗാഥയല്ലേ? എന്റെ ഫോണിലേക്കല്ലേ നവീൻ വിളിച്ചത്? എന്നിട്ട് എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? പെട്ടെന്ന് ശബ്ദത്തിന്റെ ഒരു സ്വീറ്റ്നെസ് നഷ്ടപ്പെട്ട പോലെ തോന്നി. ഈ കല്യാണം നടക്കില്ല. നടന്നാ തന്നെ അവരൊരുമിച്ച് ജീവിക്കില്ല. സിത്താര മേഡം ആണ്. ഹലോ, നാളെ രാവിലെ കുറച്ച് നേരത്തെ ഇവിടെ എത്തണം. മേഡം, എന്റെ അമ്മ ഹോസ്പിറ്റലിലാ. അമ്മയുടെ അവസ്ഥ കുറച്ചു മോശം. നവീന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു. നാളെ പ്രീ വെഡിങ് ഷൂട്ട് വെച്ചിരിക്ക. അത് മാറ്റാൻ പറ്റില്ല. മാറ്റണം, അത് മാറ്റണം മേഡം. ഞാൻ മേഡത്തിന്റെ കാല് പിടിക്കാം. ഇപ്പൊ അമ്മയുടെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. നോക്ക, ഇവിടെ ഞാൻ നിശ്ചയിച്ച കാര്യങ്ങൾ മുടങ്ങിയാലേ അവിടെ നിന്റെ അമ്മയുടെ ചികിത്സയും മുടങ്ങും. നാളെ അതിരാവിലെ നീ ഇവിടെ എത്തിയിരിക്കണം. മറ്റൊന്നും എനിക്ക് കേക്കണ്ട. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് മേഡം. എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ? നാളെ ഞാൻ പറഞ്ഞ സമയത്ത് നീ ഇവിടെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് ഹോസ്പിറ്റലിലേക്ക് വരും. ഒരു പക്ഷേ നീ വാക്കിന് വിലയില്ലാത്തവളാണെന്ന് നിന്റെ അമ്മയുടെ അടുത്ത് എനിക്ക് പറയേണ്ടി വരും. നിന്റെ കള്ളക്കളികൾ അമ്മ അറിഞ്ഞുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. എന്താ മോളെ? നാളെ രാവിലെ തന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന്. കല്യാണത്തിന് മുമ്പ് തന്നെ എന്തോ ഈ ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിരിക്കാം. അവസ്ഥ ഇതാണെന്ന് മോക്ക് പറയായിരുന്നില്ലേ? ഷോ, ഞാൻ കെഞ്ചെയ്ത് കേട്ടില്ലേ ചേച്ചി? അപ്പം അവരെന്താ പറഞ്ഞെന്നറിയോ? രാവിലെ ഞാൻ ചെല്ലാൻ മടിച്ചാല് അവര് ഇങ്ങോട്ട് വരുമെന്ന്. ഞാനും അവരും തമ്മിലുള്ള കരാറിനെ കുറിച്ചുള്ള കാര്യങ്ങള് അമ്മയോട് പറയുമെന്ന്. എന്റെ കള്ളക്കളി, ആ വാക്ക് അവരുപയോഗിച്ചത്. അയ്യോ, ഇവർക്കൊന്നും അല്പം പോലും മനുഷ്യത്വല്ലേ സുനന്ദേച്ചി? എന്റെ അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ വേണോ ഞാൻ അവരുടെ താളത്തിനൊത്ത് തുള്ളാൻ? എന്തായാലും അവരെ പിണക്കുന്നത് നല്ലതല്ല മോളെ. വലിയ വലിയ ആൾക്കാരാ. ജയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. അവര് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വന്നാലോ? അമ്മയെ കണ്ടാലോ? മോളെ കുറിച്ച് അങ്ങനെയൊക്കെ കേട്ടാ തങ്കം ഇത് താങ്ങോ? ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? മോള് പൊയ്ക്കോ. ഇവിടെ ഞങ്ങളുണ്ടല്ലോ. എന്ത് വേണമെങ്കിലും മോള് തിരിച്ചു വരുന്നവരെ ഞങ്ങൾ ചെയ്തോളാം. ഗോപാലമാമ, കുഴപ്പമൊന്നുമില്ല മോളെ. അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത്. അമ്മ ഒരിക്കലും നിന്നെ ശപിക്കില്ല. നാളെ അവിടെ ചെന്നിട്ട് എന്തൊക്കെ വേഷം കെട്ടണമെന്ന് അറിയില്ല. അവര് ചിരിക്കാൻ പറയുമ്പോ ചിരിക്കണം, നടക്കാൻ പറയുമ്പോ നടക്കണം. ഒരു പാവ. അവര് കാശ് കൊടുത്ത് വാങ്ങിയ ഒരു പാവ അല്ലേ? സഹിച്ചേ പറ്റൂ മോളെ. പോട്ടെ. ആരാ മമ്മി? നവീനാണ്. നാളെ ഒരു പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് പറയാനായിരിക്കും വിളിക്കുന്നത്. അതെ മോളെ, കൃഷ്ണയില്ലല്ലോ ഇവിടെ. അതുകൊണ്ട് മോള് തന്നെ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്യും. ഗാഥാ മാഡം, സൂക്ഷിക്കണം. കൃഷ്ണ സംസാരിക്കുന്ന രീതി അറിയാലോ. ഹലോ, ഇത് ഗാഥയല്ലേ? എന്റെ ഫോണിലേക്കല്ലേ നവീൻ വിളിച്ചത്? എന്നിട്ട് എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? പെട്ടെന്ന് ശബ്ദത്തിന്റെ ഒരു സ്വീറ്റ്നെസ് നഷ്ടപ്പെട്ട പോലെ തോന്നി. എന്തുപറ്റി? കോൾഡ് എന്തെങ്കിലും ഉണ്ടോ?
കോൾഡ് ഉണ്ടെങ്കിൽ സംസാരിക്കില്ലെന്നാണോ? ഏയ് പിണക്കൊന്നും വേണ്ട. ശബ്ദം ശരിയാകുമ്പോൾ ശരിയായിക്കോട്ടെ. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചേ. നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ടിന്റെ ലൊക്കേഷൻ ഏതാ വേണ്ടേ? ഏതാ തന്റെ ചോയ്സ്? അത് നവീൻ തന്നെ തീരുമാനിച്ചോളൂ. എവിടെയാണെങ്കിലും എനിക്ക് ഓക്കെയാണ്. എങ്കിൽ ബീച്ചായാലോ? ഓക്കെ. എങ്കിലേ ഞാൻ മാണിക്കുഞ്ഞിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാടാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ തിരിച്ചു വിളിക്കാം. ശരി. കേട്ടില്ലേ ശബ്ദത്തിന്റെ സ്വീറ്റ്നെസ് നഷ്ടപ്പെട്ടോ എന്ന്? അവള് സംസാരിക്കുമ്പോ മധുര ഇങ്ങനെ ഇറ്റിറ്റ് വീഴാണല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഓരോരോ പകരക്കാരെ ആക്കിയിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെ. ഒരു കാര്യം ചെയ്താലോ മമ്മി? ഫോട്ടോഷൂട്ടിന് അവളെ വിളിക്കണ്ട, ഞാൻ പോയിക്കോളാം. ഏയ് അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? ഞാൻ പോയാൽ എന്താ കുഴപ്പം? ശാപത്തിന്റെ കാര്യം പേടിച്ചിട്ടാണെങ്കിലേ വിവാഹം നല്ലല്ലോ നടക്കാൻ പോകുന്നത്. ജസ്റ്റ് ഫോട്ടോഷൂട്ട്. മോളെ പറയുന്നൊന്ന് കേക്ക്. ഇക്കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല. പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന് കൃഷ്ണ തന്നെ മതി. മമ്മി, ഇക്കാര്യത്തിൽ വെറുതെ വാശി പിടിക്കേണ്ട നീ. ഓക്കെ, അവള് പോയി പങ്കെടുക്കട്ടെ. പക്ഷേ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് ഞാനും ഉണ്ടാവും. എന്തിന്? അല്ലെങ്കിൽ തന്നെ എന്തിനാ നീ ഇതൊക്കെ മറഞ്ഞെന്ന് കാണുന്നത്? എനിക്ക് അവളെ വിശ്വാസമല്ല ആ കൃഷ്ണയെ. അതുകൊണ്ട് ഞാൻ പോണെന്ന് പറയുന്നത്. അതുകൂടി മമ്മി വിലക്കിയാലുണ്ടല്ലോ ഇങ്ങനൊരു കാര്യം നടക്കില്ല. ശരി, നിന്നെ ഇഷ്ടം പോലെ ആവട്ടെ. പക്ഷെ ഒരേ രൂപത്തിൽ രണ്ടുപേരെ അവരുടെ കൺമുന്നിൽ ചെല്ലുന്നതിന്റെ റിസ്ക് അറിയാലോ നിനക്ക്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മമ്മി. അവള് പകരക്കാരിയായി നിന്നാലും നടക്കാൻ പോകുന്നത് എന്റെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടാ. മതി മോളെ, വിശപ്പില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മരുന്നുകൾ ഒരുപാട് കഴിക്കാനുള്ളതാ. ശരീരത്തിന് നല്ല ആരോഗ്യം വേണം. എന്താ ചിരിക്കുന്നേ? എന്നെയും കൊണ്ട് ആശുപത്രി തോറും നടന്ന് നീയും ഡോക്ടർമാരെ പോലെ സംസാരിച്ചു തുടങ്ങി. ഞാനിപ്പോ സ്റ്റെതസ്കോപ്പും കൊണ്ട് എല്ലാവരെയും ചികിത്സിക്കാൻ നടക്കാം. ഇതങ്ങോട്ട് കഴിച്ചേ.